ഞാൻ നിങ്ങളെ ഒരു സ്പെഷ്യൽ ഐറ്റം പറഞ്ഞാൽ തൃശ്ശൂർക്കാർക്ക് സ്പെഷ്യൽ ഐറ്റമാണ് വിഷുക്കട്ട. അപ്പോൾ ഇതാണ് വിഷുക്കട്ട. ശ്യാമിൽ എനിക്ക് തോന്നുന്ന സ്പെഷ്യൽ ഐറ്റം ഉണ്ട് വിഷുക്കട്ട. ഓക്കെ, അപ്പോൾ ഇതാണ് വിഷുക്കട്ട. അപ്പം ഇത് ശ്യാമിൽ പറഞ്ഞാൽ വാഴയിലാണ് ചെയ്യേണ്ടത്. വിഷുക്കട്ടയും പഴം പുഴുങ്ങിയതും. പിന്നെ ഞാൻ ഡെക്കറേഷൻ വേണ്ടി സൈഡിലായിട്ട് പൂ വെച്ചതേ ഉള്ളൂ. കാരണം പഴം പുഴുങ്ങി ഇച്ചിരി ഓവറായിട്ട് വെന്ത ലക്ഷണമുണ്ട്. എനിക്ക് അറിഞ്ഞതിന് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. സോ അവൾ അത്രയും പുഴുങ്ങി വെച്ചപ്പോൾ ഞാൻ അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. എനിവേ, ഇതെന്താണ് സാധനം? ശർക്കര നീര്. ഇത് വിഷുക്കട്ട എന്നൊരു പ്ലേറ്റോടെ 2 വിഷുക്കട്ടയുടെയാണ്. അപ്പം ഞങ്ങളെ ട്രിവാൻഡ്രം, കൊല്ലം ഇങ്ങോട്ട് അതായത് ഉള്ള ആൾക്കാർക്ക് ഇത്രയ്ക്ക് ഫെമിലിയർ അല്ല ഈ വിഷുക്കട്ട. അപ്പൊ ഇനി വിഷുക്കട്ട കഴിച്ചു നോക്കട്ടെ എങ്ങനെയാണെന്ന് പറയാം. വിഷുക്കട്ട എങ്ങനെയാണ് ശ്യാം ഇത് ഉണ്ടാക്കുന്നത്? എന്തൊക്കെ ഇൻഗ്രീഡിയൻസ്? പച്ചരി, കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ജീരക ഇടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊരു പാതി വേവാകുമ്പോ തേങ്ങ പോലെ ഒഴിക്കുക. എന്നിട്ട് അത് നന്നായിട്ട് അത് ഫുൾ വെള്ളം വച്ചണ വരെ, കംപ്ലീറ്റ് വെള്ളം വച്ചണ വരെ ഇളക്കി. അതെ, ഇതിലൊരു മെയിൻ ഐറ്റം എന്ന് വെച്ചാൽ ഇളക്കാണ്. ഞാൻ അങ്ങോട്ട് കുറേ ഇളക്കോ ഇളക്ക്. അപ്പം അങ്ങോട്ടേക്കും ഒന്നും നിൽക്കാൻ ഇളക്ക് ഭയങ്കര ഇളക്കി. ഇത് കഴിച്ചു നോക്കിയിട്ട് അങ്ങനെ നോക്കിയിട്ട് ബാക്കി പറയാം. ഓക്കെ, അപ്പോൾ വിഷുക്കട്ടയിലേക്ക് ഇങ്ങനെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. അതാണ് എൻ്റെ കോംബോ എന്ന് പറയുന്നത്. ഒരു പീസ് ചാമ്പിൽ സൈഡിൽ കൂടെ അകത്താക്കി, അതാണ് അവിടെ ഗ്യാപ്പ് കാണുന്നത്. അപ്പോൾ വിഷുക്കട്ടയും ശർക്കരപ്പാനി കൂടി ഇങ്ങനെ ശർക്കര നീര് ഇങ്ങനെ കുഴച്ച് സംഭവം കൊള്ളാം കേട്ടോ. സംഭവം ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത്. ശ്യാമിലിങ്ങനെ ഇതൊരു വെറൈറ്റീസ് ഒന്നും ഉണ്ടാക്കില്ല. കൂടുതൽ ഇവിടുത്തെ കുറേ ഇംഗ്ലീഷുകാർ കുറേ ഇതോടെ പാസ്തയും സലാഡൊക്കെ ഉണ്ടാക്കി തരാറുള്ളത്. സംഭവം വിഷുക്കട്ടയും ശർക്കരയുടെ കഴിച്ച് കൊള്ളാം. അപ്പം ഞാൻ അതിൽ ഇച്ചിരി പഴം പുഴുങ്ങിയാണ് മിക്സ് ചെയ്ത് നോക്കുകയാണ്. നോക്കട്ടെ, ഞങ്ങൾ കാണാൻ തന്നെ ഒരു ഗുമ്മില്ലേ. ഓക്കെ, ഇനി വേറെ നോക്കട്ടെ. വാവ്, സൂപ്പർ. അപ്പം നിങ്ങൾ നിങ്ങളുടെ പഴം പുഴുങ്ങിയോടെ നേന്ത്രപ്പഴം പുഴുങ്ങി കഴിച്ച് നല്ല വേവിച്ചതോടെ മിക്സ് ചെയ്ത് നോക്കുക. സംഭവം ഇടുകയാണ്. ശർക്കര നീരിങ്ങനെ നന്നായിട്ട് ഒഴിക്കണം കേട്ടോ, എന്നെങ്കിലേ ഒരു ടേസ്റ്റ് നമുക്ക് കൊടുത്തുള്ളൂ. ഈ ശർക്കര നീര് ചുമ്മാ കലക്ക് വന്നോടെ ശർക്കര നീര്, അതോ വേവിക്കണം? ഈ ശർക്കര നീര് വെറുതെ ഉണ്ടാക്കാമല്ല, ചുക്ക്, ജീരകം ഇതിട്ട് തിളപ്പിക്കണം. അതാണ് വെറുതെ ശർക്കര വെള്ളത്തിട്ട് ഇളക്കമല്ല, തിളപ്പിച്ച് സെറ്റ് ചെയ്തേക്കണം. അതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാം കേട്ടോ, എന്തായാലും സൂപ്പറായിരിക്കും. അപ്പോൾ എനിവേ നമ്മുടെ നാടൻ ഐറ്റം വിഷുക്കട്ട. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെ ഉണ്ടാക്കുന്നത് ഇത് ഞാൻ താഴോട്ടിട്ടേക്കാം. ഓക്കെ, അപ്പം എഗെയിൻ ഹാപ്പി വിഷു, എൻജോയ് വിഷുക്കട്ട. ബൈ.